ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാൽ വിശപ്പും മാറും ദാഹവും മാറും. ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നട്സൊക്കെ ചേർത്ത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റിച്ച് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാമും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ഇതിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. അതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ സെമിയ ഉണ്ടല്ലോ, വെർമിസെല്ലി, അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ റോസ്റ്റ് ചെയ്ത് ഓൾറെഡി വറുത്ത് സെമിയ ഉണ്ടാവുമല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ സേമിയൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുടിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ, അതല്ലാതെ നമുക്ക് തിക്കായിട്ടുള്ളതല്ല വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളവും അതിലേക്ക് 1/2 ലിറ്റർ പാലും. അപ്പോൾ അത് നന്നായിട്ടും തിളച്ച്, അതുപോലെ വെന്ത് കൊഴിഞ്ഞു പോകരുത് കേട്ടോ. സേമിയ ഒന്നും വെന്ത് കൊഴിഞ്ഞു പോകരുത്, ഒരു മീഡിയം വേവായി വന്നാൽ മതി. പിന്നെ അതിലേക്ക് സേമിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സേമിയൊക്കെ വെന്ത് വന്നതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റിമറിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ. അത് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കസ്റ്റർഡ് പൗഡർ ഇതിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. കൂടുതൽ എടുത്താൽ പുഡിങ് പോലെ നല്ല തിക്കായിട്ട് വരും. അപ്പം അങ്ങനെയല്ലല്ലോ നമുക്ക് വേണം, നമുക്ക് കുടിക്കാൻ പാകത്തിനാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. അപ്പോൾ സേമിയൊക്കെ അതാ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തിളച്ച് വരണം. അത് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മധുരം കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര 2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിൽ പഞ്ചസാര കുറച്ചിട്ട് കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. പിന്നെ ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാനില എസൻസ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ചെറി ചേർത്ത് കൊടുക്കും. ചെറി തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വേണ്ടത് നമുക്ക് കടിക്കാൻ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ ചിരവി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അനാറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിക്ക് പകരം അനാറ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ, അതായത് ഞാൻ പറഞ്ഞത് വിശപ്പ് മാറും ദാഹവും മാറും. അതുപോലത്തെ ഫലൂദയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാനില്ല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.